ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു പക്ഷി സങ്കേതമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ മംഗളവനം ബേർഡ് സാങ്ച്വറി. എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ പുറകിലായിട്ടാണ് ഈ ലൊക്കേഷൻ. അതായത് കൊച്ചിയുടെ ഹൃദയഭാഗം എന്ന് പറയും. ഒരു 7 ഏക്കറോളം ഉള്ള ഒരു കാടാണ്. അപ്പം ഇവിടെയുള്ള ഒരാളായിട്ട് കൂടി ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നമ്മളിതിപ്പം ഈ കാണുന്നത് കയറി വരുന്ന സൈഡിലുള്ള മരങ്ങളാണ്. ഓരോ മരത്തിനും അതിൻ്റെ എൻട്രൻസിന് മുമ്പ് തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ മരങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വവ്വാലുകളാണ്. ഒരു മരത്തിൻ്റെ അകത്ത് ആയിരക്കണക്കിന് വവ്വാലുകൾ തൂങ്ങിക്കിടപ്പുണ്ട്. പിന്നെ ഓരോ ബോർഡുകൾ എല്ലാം അവിടെയുള്ള പക്ഷികളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പ്രധാനമായിട്ടും രാവിലെയാണ് കൂടുതലും പക്ഷികൾ വരുന്നത്. അതായത് ഇവിടെ പക്ഷേ ഇതാണ് കാണുന്നതാണ് എൻട്രൻസ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് ഹൈക്കോർട്ടിൻ്റെ ആ ബാക്ക് സൈഡ് ആ വരുന്ന ആൾക്കാർ വരുന്ന അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേനും കുറച്ചിങ്ങ് വരണം. അപ്പോൾ ഏകദേശം എൻ്റെ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫിഷറീസിൻ്റെ ഫിഷറീസ് കോളേജിൻ്റെ ബാക്കൊക്കെ ആയിട്ട് വരും ഈ പറയുന്ന ലൊക്കേഷൻ. നമ്മൾ വല്ലാർപാടമൊക്കെ പോണ വഴിയാണ് ഫിഷറീസ്. അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. മെയിനായിട്ട് ഈ വവ്വാൽ ഈ മരത്തിൻ്റെ അകത്ത് കുറേ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. വവ്വാലിന് നല്ല സൗണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഏറ്റവും അതിൻ്റെ എൻട്രൻസിൻ്റെ ഇവിടെ തന്നെ ഏറ്റവും അങ്ങേറ്റമായിട്ടാണ് കാണിക്കുന്നത് എൻട്രൻസ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുന്ന എൻട്രൻസ് കാണിക്കാം. വലിയ വലിയ മരങ്ങൾ, ഗ്രീനറി. എന്താ പറഞ്ഞാൽ 7 ഏക്കറോളം ആണ് കാട് വരുന്നത്. ഇപ്പോഴും അത് കാത്ത് സൂക്ഷിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളാണ് കംപ്ലീറ്റ്. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഇത്രയും 7 ഏക്കർ സ്ഥലത്തിൽ ഇങ്ങനെ ഒരു ഗ്രീനറി ഉണ്ടെന്നുള്ള കാര്യം തന്നെ, അല്ല ഒരു കാടുണ്ടെന്ന് നമുക്ക് വന്ന് കണ്ടാലേ നമുക്കത് മനസ്സിലാവും. നമ്മുടെ സിറ്റിയിൽ കംപ്ലീറ്റ് അറിയാമല്ലോ, ഇപ്പോൾ ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റുകളുടെ ആ ഏരിയ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളുള്ളൊരു സ്ഥലമാണ്. ഇതാണ് എൻട്രൻസ്, മംഗളവനം ബേർഡ് സാങ്ച്വറി. അപ്പം നമുക്കിവിടെ കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട്. വിസിറ്റിംഗ് ടൈം 10 AM to 5 PM ആണ്. അപ്പോൾ എൻട്രി ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്യണം, ക്യാഷ് അവിടെ സ്വീകരിക്കണമല്ല. മുതിർന്ന ആൾക്കാർ, അതായത് 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് 10 രൂപയും 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇല്ല, ഫ്രീ ആണ്. പിന്നെ വീഡിയോ ക്യാമറ കയറ്റുന്നതിന് 250 രൂപ വേണം. ആൽബം ഷൂട്ട് ചെയ്യണതിന് 1000 രൂപ വേണം. പിന്നെ ഈ പഠിക്കുന്ന പിള്ളേർ, അങ്ങനെ കോളേജ്, അവർക്കൊക്കെ ഫ്രീകളുണ്ട്. പിന്നെ അവിടെ ആദ്യമേ തന്നെ കാണുന്ന കണ്ട ഒരു ബുദ്ധ പ്രതിമ കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്കൊരു ബുദ്ധൻ്റെ പ്രതിമ. ആ ആൽമല ചുവട്ടിലിരിക്കുന്ന ബുദ്ധനാണ്. പിന്നെ ഇത് ഈ കാണുന്നത് മഹാഗണി എന്ന് പറഞ്ഞൊരു മരമാണ്. അതിൻ്റെ ഹൈറ്റ് നോക്കിയേ, അത്യാവശ്യം വലിയ ഒരു ഇതാണ്. പിന്നെ ഇത് പേരാൽ എന്ന് പറഞ്ഞൊരു മരമാണ്. നമ്മളിതിൻ്റെ തൊട്ട് ചില ഇതിൻ്റെ മരത്തിൻ്റെയൊക്കെ പേരുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പം ഇത് കലയം എന്ന് പറഞ്ഞൊരു മരമാണ്. കലയം ഇപ്പം അതിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കേൾക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും. ഇത് മഴമരം എന്ന് പറയുന്ന ഒരു മരമാണ്. അപ്പോൾ ഞാനീ പോയ സമയത്ത് സത്യം നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരെ നല്ല മഴയുണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആ മരം കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി, മഴമരം. പിന്നെ നമ്മുടെ നാളുകളെക്കുറിച്ച് നക്ഷത്ര വൃക്ഷങ്ങൾ എന്നാണ് ഈ പറഞ്ഞത്. ഓരോ നാളിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഉത്രമ, വിട്ടം, തിരുവോണം, അവർക്ക് പറ്റിയ മരങ്ങളാണ്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഓരോ പേരുകളുമുണ്ട്. പിന്നെ ഈ ഇത് യൂക്കാലിപ്സ് മരമാണ്. അത് പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ കാണുന്നത് ഒരു വാച്ച് ടവറാണ്. അതായത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് വരും. ഇപ്പം അതിൻ്റെ അകത്ത് എൻട്രി അവരില്ല. എന്തോ ഇതായിട്ട് വന്നിട്ടുണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും. ഒരു തടി കണ്ട 4 തടിയിലും പിന്നെ ഇത് കൂടാണ്ട് ഇരുമ്പിൻ്റെ പൈപ്പും വെച്ചിട്ടാണ്. നേരത്തെ അത് എൻട്രി ഉണ്ടായിരുന്നു, 2 പേർക്ക് കയറാമായിരുന്നു. ഇപ്പം അത് എൻട്രി ഇല്ല. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റൊക്കെ മതി ശരിക്കും ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി. പിന്നെ 250 രൂപ
വീഡിയോ ക്യാമറയൊക്കെ എടുത്ത് കയറി അത്യാവശ്യം ഈ കാണുന്ന മാംഗ്രോവ്സ് ഓഫ് മാക്കുള്ളവനം അതിൻ്റെ അകത്ത് കണ്ട ഓരോ കണ്ടൽ ചെടി ഓരോന്നിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുള്ളിക്കണ്ടൽ, പൂക്കണ്ടൽ, പേനാക്കണ്ടൽ, അങ്ങനെ ഓരോ കണ്ടൽ ചെടിയുടെ ഓരോ പേരുകളാണ്. കണ്ട ഇത് പഴയ വേരുകളാണ്. ഇത് കണ്ട ഒരു മരത്തിൻ്റെ വേരാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുറച്ച് ഏരിയ ഉള്ളു നടക്കാൻ വേണ്ടി മെയിനായിട്ട്. അപ്പം ഇത് സിനറോസ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. പിന്നെ ഈ പക്ഷികളെന്ന് പറഞ്ഞാൽ സീസൺ ടൈമുകളിലൊക്കെ ഇവിടെ അത്യാവശ്യം പക്ഷികൾ നേരത്തെ വരുവായിരുന്നു. ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ വന്ന കാരണം വരവ് കുറവാണെന്നല്ല. ഇപ്പോൾ ഈ കാരണം 4 ഭാഗത്തും കെട്ടിടങ്ങളാണല്ലോ കൂടുതലും. ഇത് ഒരു കല്ലിൽ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ തവളേനെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് പാറയുടെ ഇതുകൊണ്ട്. അധികം നടക്കാനൊന്നുമില്ല. ഏകദേശം നമ്മൾ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു കുറച്ച് ഏരിയ മാത്രമേ ഇപ്പം നമുക്ക് പോകാം. ബാക്കിയെല്ലാം ഉൾക്കാട്ടിലോട്ടൊക്കെയുള്ള വെള്ളവും ഇതുണ്ട്. കാണുന്ന വെള്ളമൊക്കെ അവിടെ ആയിട്ട് ചതുപ്പ് പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് അധികം അങ്ങോട്ട് പോകാനുള്ള ഏരിയകളില്ല. അതാണ്, അങ്ങോട്ട് പോകാനൊന്നും. അവിടെയൊക്കെ ഇരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ മഴ പെയ്തിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കും. അങ്ങോട്ട് പോകാനൊന്നും ഇപ്പോൾ പറ്റില്ല, ചെളിയൊക്കെ ആയിട്ട്. ഒരു 15-20 മിനിറ്റ് നമുക്ക് കൊച്ചിയിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറ്റിയ ഒരു 15-20 മിനിറ്റ് ആവശ്യമുള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ. അത്യാവശ്യം ഈ കാടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കാണാൻ പറ്റിയ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും. പിന്നെ മരങ്ങൾ, പഴയ മരങ്ങളൊക്കെ കാണാം, കണ്ടൽ ചെടികൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ പക്ഷികളെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാവിലെയാണ് അവിടെ ചെല്ലേണ്ടത്. അല്ലാണ്ട് മെയിനായിട്ട് വവ്വാലിനെ കാണാം. പിന്നെ കാക്കയെ പോലുള്ള വരുമായിരിക്കും ഓരോ സമയത്ത് ഓരോ പക്ഷികൾ. ഈ പറഞ്ഞ കുറേ പക്ഷികളുടെ പേരുകളും ഡീറ്റെയിൽസും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ വന്നു പോണതും ദേശാടന പക്ഷികളും അങ്ങനെയുള്ള പക്ഷികളൊക്കെ ആയിരിക്കും കൂടുതലും. ആകെ ഉണ്ടാവില്ല, ഒരു കാക്ക മാത്രം പോകുന്ന കണ്ടു ഇത്ര നേരം വന്നിട്ട് പക്ഷി എന്ന് പറയാൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത് ഗായ്സ്. അപ്പോൾ നമ്മൾ ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു അടിപൊളി സ്ഥലവുമായി കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നും പരിചയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.